അല്ലെ, പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. വയനാട്ടിൽ വിദ്യാർത്ഥിയെ പുലി ആക്രമിച്ചു. തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ സിനീഷിനാണ് പരിക്കേറ്റതെന്ന് അറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് സാന്നിധ്യമുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് ക്യാമറ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പുലി ഇന്നലെ രാത്രി കരടിയിറങ്ങിയ സാഹചര്യമൊക്കെയുണ്ട്. വന്യജീവികൾ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു എന്നത് വലിയ ആശങ്കയായി നിലനിൽക്കുന്ന സമയത്തു കൂടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, ഇത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? കുട്ടിക്ക് ഗുരുതര പരിക്കാണ്. ധന്യ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ സിനീഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് പുലിയാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിരവധി തവണ വന്യജീവി ആക്രമണമൊക്കെ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് വയനാട് തിരുനെല്ലി അപ്പപ്പാറ മേഖലയിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. നമുക്കിപ്പോൾ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. കൈക്കും തോളിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. കുട്ടി ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആക്രമിച്ചത് കടുവയെന്നാണ് വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പുലി ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കില്ല, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നും മനസ്സിലാക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.